And welcome to the new video. In this video, I'll be discussing about signal reconstruction. So, ഇതുവരെ നമ്മൾ പറഞ്ഞത് സിഗ്നലിൻ്റെ സാമ്പിളിംഗ് അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ പ്രോസസ്സും അതിലെ സാമ്പിളിംഗ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് സിഗ്നൽ സാമ്പിൾ ചെയ്യാം അത് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈക്യൂസ് സാമ്പിളിംഗ് തിയറം. അപ്പോൾ ആ സാമ്പിളിംഗ് തിയറം ആക്ച്വലി സിഗ്നലിൻ്റെ റീകൺസ്ട്രക്ഷൻ്റെ ഒരു ബേസിൽ തന്നെയാണ് പറഞ്ഞത്. അതായത് നമുക്ക് ആ സാമ്പിൾ ചെയ്ത സിഗ്നലിൽ നിന്ന് ആക്ച്വൽ ഡാറ്റ തിരിച്ച് കിട്ടാനുള്ള ഒരു കണ്ടീഷൻ എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായിരുന്നു സാമ്പിളിംഗ് തിയറം പറഞ്ഞുകൊണ്ടിരുന്നത്? നൈക്യൂ സാമ്പിളിംഗ് തിയറം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എക്സ് ഓഫ് ടി വിത്ത് its Fourier transform equal to 0 for mod omega greater than some omega m can be uniquely determined from its samples x of nt if the sampling frequency fs is greater than or equal to twice the highest frequency sample in the input signal. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് പ്രോപ്പറായിട്ട് റീകൺസ്ട്രക്ഷൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റീകൺസ്ട്രക്ഷൻ്റെ പ്രോസസ്സിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എക്സ് ഓഫ് ടി ക്യാൻ ബി റീകൺസ്ട്രക്റ്റഡ് ഫ്രം ഇറ്റ് സാമ്പിൾസ് ഇഫ് ദ സാമ്പിളിംഗ് റേറ്റ് ഈസ് എബോവ് ദ നൈക്യൂസ് റേറ്റ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2 FM and let the sampled signal excess of t with sampling period t seconds is represented as. അപ്പോൾ നമ്മുടെ സാമ്പിൾഡ് സിഗ്നലിനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ എക്സസ് ഓഫ് ടി എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. എക്സസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ടി ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി. അതായത് ഒന്നുമില്ല, ഒറിജിനൽ സിഗ്നലിനെ സാമ്പിൾ ചെയ്ത വേർഷനാണ് എക്സസ് ഓഫ് ടി. അത് നമ്മൾ എന്താ സിഗ്നലിനെ ഷിഫ്റ്റഡ് ഇമ്പൾസുകളുടെ ഒരു സമ്മായിട്ട് വെയ്ഡ് ഷിഫ്റ്റഡ് ഇമ്പൾസുകളുടെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് എക്സസ് ഓഫ് ടി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ടി ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി വേർ ക്യാപിറ്റൽ ടി ഈസ് ദ സാമ്പിളിംഗ് പീരീഡ്. അപ്പോൾ ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സസ് ഓഫ് ടി ഈസ് ഗിവൺ ബൈ എക്സ് ഓഫ് ജെ ഒമേഗ ഓർ യു ക്യാൻ കോൾ ഇറ്റ് എക്സസ് ഓഫ് ജെ ഒമേഗ, ഏതായാലും കുഴപ്പമില്ല. എക്സ് ഓഫ് ജെ ഒമേഗ അല്ലെങ്കിൽ എക്സസ് ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു 1/t summation over m equal to minus infinity to infinity x of j omega minus 2 pi m by t. x of j omega minus 2 pi m by t. ഇതിൽ എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ എക്സ് ഓഫ് ടിയുടെ എന്താണ് ഫുറിയർ ട്രാൻസ്ഫോം ആണ്. അതിൽ ഒരു ഷിഫ്റ്റിംഗ് വന്നിരിക്കുകയാണ് -2πm/t പ്ലസ് എന്താ അത് മൊത്തം ഒരു സമ്മേഷൻ ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളൊരു സമ്മേഷൻ എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. സോ ദ ഫ്രീക്വൻസി സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് ഇൻഫൈനൈറ്റ് സം ഓഫ് ഷിഫ്റ്റഡ് റെപ്ലിക്കാസ് ഓഫ് ദ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ദ ഒറിജിനൽ സിഗ്നൽ. കാരണം ഒറിജിനൽ സിഗ്നലിന്റെ ട്രാൻസ്ഫോം ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളതിൽ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ കിടക്കുന്നത് എന്താ, ഒരു എക്സ് ഓഫ് ജെ ഒമേഗ മൈനസ് സംതിങ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ആണ്. അതായത് ഒറിജിനൽ സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് ജെ ഒമേഗ. അപ്പോൾ അതിന്റെ ഷിഫ്റ്റഡ് റെപ്ലിക്കാസ് ആണ് നമ്മുടെ സാമ്പിൾഡ് സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആൻഡ് ദ ഫ്രീക്വൻസി സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് ഇൻഫൈനൈറ്റ് സം ഇൻഫൈനൈറ്റ് സം ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻഫൈനൈറ്റ് സം ഓഫ് ഷിഫ്റ്റഡ് റെപ്ലിക്കാസ് ഓഫ് ദ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ദ ഒറിജിനൽ സിഗ്നൽ. സോ ഒറിജിനൽ ഫ്രീക്വൻസി സ്പെക്ട്രത്തിന്റെ ഇൻഫൈനൈറ്റ് സം ആണ് ഷിഫ്റ്റഡ് റെപ്ലിക്കാസിന്റെ. അപ്പോൾ എന്ത് വേണ്ടി വരും നമുക്ക്? ടു ഗെറ്റ് ദ ഒറിജിനൽ സ്പെക്ട്രം the signal excess of t is to be passed through a reconstruction filter or a low pass filter with impulse response say h of t. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആക്ച്വൽ ഒറിജിനൽ ഇത് മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യമില്ലാത്തതിനൊക്കെ ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഒരു റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിൽറ്ററിൽ കൂടെ കടത്തി വിടേണ്ടി വരും. ഇറ്റ് വിൽ ബി ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ആയിരിക്കും, ലോ ഫ്രീക്വൻസിനെ കടത്തി വിടും, ഹൈ ഫ്രീക്വൻസിനെ ബ്ലോക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ആണെങ്കിൽ നമുക്ക് അതിങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. excess of t which is a sample signal is passed through a low pass filter with impulse response h of t to get the signal x of t. Okay, അപ്പോൾ x of t കിട്ടാൻ excess of t നെ നമ്മൾ ഒരു ഇമ്പൾസ് റെസ്പോൺസ് h of t ആയിട്ടുള്ള ഒരു ഫിൽറ്ററിൽ കൂടെ, ലോ പാസ് ഫിൽറ്റർ ഒരു റീകൺസ്ട്രക്ഷൻ ഫിൽറ്ററിൽ കൂടെ കടത്തി വിടണം. ഓക്കെ,
അപ്പോൾ നമുക്ക് നോർമലി അറിയാം എന്താ, നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂള് കൺവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാമല്ലോ. എക്സ് ഓഫ് ടി ആണ് ഈ കേസിൽ ഔട്ട്പുട്ട്. ഇപ്പോൾ എക്സ് ഓഫ് ടി നമുക്ക് എന്തിൻ്റെ എക്സ് എസ് ഓഫ് ടിയുടെയും എച്ച് ഓഫ് ടിയുടെയും കൺവല്യൂഷനായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് എസ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഇത് എന്നുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനി ജസ്റ്റ് എന്താ പറയുക, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മുന്നത്തെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് എക്സ് എസ് ഓഫ് ടി എന്നുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ എടുത്ത് എഴുതുന്നത് മാത്രം. സോ സിഗ്മ n ഈക്വൽ ടു മൈനസ് സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ടി ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി. നമ്മളിതിൽ എഴുതിയ ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് റെപ്രസെൻറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതായത് എക്സ് എസ് ഓഫ് ടിക്ക് പകരം അതിൻ്റെ ഇക്വേഷൻ എഴുതി. ആൻഡ് ദിസ് ഹാസ് ടു ബി കൺവോൾവ് വിത്ത് എച്ച് ഓഫ് ടി. അപ്പോൾ അതിൻ്റെ കൺവല്യൂഷൻ വിത്ത് എച്ച് ഓഫ് ടി ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടി ആയിട്ടുള്ള സംഭവങ്ങളാണ് അവിടുത്തെ വേരിയബിൾസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അത് അവിടെ വെറുതെ നിർത്താം കോൺസ്റ്റന്റ് എന്നുള്ള കൺസെപ്റ്റിൽ. ബാക്കിയുള്ളതിനെ കൺവല്യൂഷൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഡെൽ ഓഫ് ടി മൈനസ് എൻ ടിയും എച്ച് ഓഫ് ടിയും ആണ് അപ്പോൾ ടി വരുന്ന വേരിയബിൾ. ഇനി അപ്പോൾ അതിൽ കൺവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺവല്യൂഷൻ്റെ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ദിസ് തിങ് വിൽ ബിക്കം ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. കൺവല്യൂഷൻ്റെ ഇതാണ് വരുന്നത്. ഉള്ളിലത്തെ സമ്മേഷനും ആ പോർഷൻ അവിടെ തന്നെ നിൽക്കുന്നു. എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ടിയിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതവിടെ നിൽക്കുന്നു. ഇനി നമുക്ക് ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കൺവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരെണ്ണത്തിൽ ടോ ആവും, മറ്റേതിൽ എന്താ പറയുക ടി മൈനസ് ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ എടുക്കാറ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടോ എന്നുള്ള വേരിയബിളിന് പകരം ലാംഡ എന്നാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേലാണ് നമ്മൾ ലാംഡ ഉപയോഗിക്കുന്നത്. സോ ഡെൽ ഓഫ് ടിക്ക് പകരം ഞാൻ ലാംഡ എന്ന് എഴുതുന്നു. സോ ലാംഡ മൈനസ് എൻ ടി ഇൻറ്റു അടുത്തത് ടി മൈനസ് ടോ എന്നുള്ള പോലെ ഇവിടെ ലാംഡ മൈനസ് ടോ വരണം. സോ എച്ച് ഓഫ് ടി മൈനസ് ലാംഡ ഡി ലാംഡ. ഇതാണ് ഇവിടെ വരിക അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സമ്മേഷനെ പുറത്തേക്ക് എടുക്കുന്നത് എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ടിയും കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുക്കുന്നു. ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ലാംഡ മൈനസ് എൻ ടി എച്ച് ഓഫ് ടി മൈനസ് ലാംഡ ഡി ലാംഡ എന്ന് വരും. ഓക്കെ, ഇതിൽ ഈ ഇൻ്റഗ്രേഷനിൽ ഡെല്ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പോയിന്റിൽ മാത്രമാണ് വാല്യൂ ഉണ്ടാവുള്ളൂ. ലാംഡ മൈനസ് എൻ ടി എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 4 ലാംഡ ഈക്വൽ ടു എൻ ടി എന്നുള്ള കണ്ടീഷൻ ബാക്കിയുള്ളടത്ത് 0 ആൻഡ് 4 ലാംഡ നോട്ട് ഈക്വൽ ടു എൻ ടി. അപ്പോൾ ആ കണ്ടീഷനാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്താ പറയുക ഡെല്ല് വന്നു കഴിഞ്ഞാൽ ഒറ്റ പോയിന്റ് ആയിട്ട് ഒറ്റ വാല്യൂ ആയിട്ട് മാറും. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് എത്രയൊക്കെ ഉണ്ടെങ്കിലും, കാരണം ഒരൊറ്റ പോയിന്റിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി വാല്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ അത് ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താ ലാംഡയ്ക്ക് പകരം നമ്മൾ എൻ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് വിൽ ബിക്കം എച്ച് ഓഫ് ടി മൈനസ് എൻ ടി. ഓക്കെ, സോ എക്സ് ഓഫ് ടി വിൽ ഒബ്റ്റെയിൻ ആസ് സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ടി എച്ച് ഓഫ് ടി മൈനസ് എൻ ടി എന്നുള്ള രീതിയിൽ ഇക്വേഷൻ കിട്ടും. ഇതാണ് നമ്മളുടെ ഇത് ഫിൽറ്ററിൽ കൂടെ കടത്തിവിട്ട് റീകൺസ്ട്രക്ട് ചെയ്താൽ കിട്ടാവുന്ന, അതായത് ലോ പാസ് ഫിൽറ്ററിൽ കൂടെ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഫിൽറ്ററിൽ കൂടെ കടത്തിവിട്ടാൽ നമുക്ക് കിട്ടുന്ന എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ ലോ പാസ് ഫിൽറ്റർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ലോ പാസ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോർമലി ഇങ്ങനെയാണ് ഉണ്ടാവുക. എച്ച് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു ടി ഫോർ മോഡ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എസ് ബൈ ടു. സോ പ്ലസ് ഒമേഗ എസ് ബൈ ടു മൈനസ് ഒമേഗ എസ് ബൈ ടുവിന് ഇടയിലാണ് അതിൻ്റെ എന്തുണ്ടാവുക പാസ് ബാൻഡ് എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് എച്ച് ഓഫ് ജെ ഒമേഗ ഒമേഗ മൈനസ് ഒമേഗ ബൈ ടു ഒമേഗ എസ് ബൈ ടു ഒമേഗ എസ് ബൈ ടുവിന് ഇടയിൽ ടി. ഓക്കെ, ഇതാണ് അതിൻ്റെ എന്ത് ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ എനിക്ക് വേണ്ടത് എച്ച് ഓഫ് ടി. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എച്ച് ഓഫ് ടി മൈനസ് എൻ ടി ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ
ഇതാണ് ഇതിൻ്റെ റെസ്പോൺസ്. ഇത് പ്രകാരം നമുക്ക് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഓഫ് ടി കിട്ടും. എച്ച് ഓഫ് ടി കിട്ടി കഴിഞ്ഞാൽ എച്ച് ഓഫ് ടി മൈനസ് എൻ ടി കിട്ടും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എക്സ് ഓഫ് ടിക്കുള്ള എക്സ്പ്രഷനായി. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽട്ടർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ integrating or taking inverse 1 by 2 pi integral minus omega s by 2 to omega s by 2 h of j omega e raised to j omega t d omega. അത്രയാണ് അവിടെ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ അല്ലേ. സോ ഇതിൽ ആ വാല്യൂ എന്ന് പറയുന്നത് എന്താ, എച്ച് ഓഫ് ഒമേഗയുടെ വാല്യൂ ടി ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതവിടെ കൊടുത്തു, ഞാനത് പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. സോ ടി ബൈ 2 പൈ ഇൻറ്റഗ്രൽ അത് തന്നെയാണ് ലിമിറ്റ് മൈനസ് ഒമേഗ എസ് ബൈ 2 ടു ഒമേഗ എസ് ബൈ 2. ബാക്കി അവിടെ എന്താ ഉള്ളത്, ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ അല്ലേ. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും വരാൻ പോകുന്നത്, ഇ റേസ് ടു ജെ ഒമേഗ ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു ജെ ഒമേഗ ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വേണമെങ്കിൽ എഴുതാം ടി ബൈ 2 പൈ. ഇവിടെ വരാൻ പോകുന്നത് ഇ റേസ് ടു ഒമേഗ ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് തന്നെ വരും, ഡിവൈഡഡ് ബൈ എന്ത് വരും, ഒരു ജെ ഒമേഗ വിത്ത് മൈനസ് ഒമേഗ എസ് ബൈ 2 ആസ് ലോവർ ലിമിറ്റ് ആൻഡ് ഒമേഗ എസ് ബൈ 2 ആസ് ദ അപ്പർ ലിമിറ്റ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് ഇ റേസ് ടു ജെ ഒമേഗ എസ് ബൈ 2 ടി മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എസ് ബൈ 2 ടി ഹോൾ ഡിവൈഡ് ബൈ ഒരു 2 നിൽക്കുന്നുണ്ട്, ഒരു ജെ നിൽക്കുന്നുണ്ട്, 2 ജെ നിൽക്കുന്നുണ്ട്. അതായത് ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ബൈ 2 ജെ ആ ഫോമിലാണ്, അതായത് സൈൻ തീറ്റ ഫോമിൽ വരും. അപ്പോൾ ഇത് ഈക്വൽ ടു, അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് ടി ബൈ പൈ ടി ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്, ഒമേഗയ്ക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഇതും കൂടി ഉണ്ടാവും, ജെ ഒമേഗ അല്ല വരിക, നമുക്ക് ജെ ടി ആണ്, കാരണം വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് ചെയ്യുന്നത്. ടി ബൈ പൈ ടി ബാക്കി എന്ത് വരും, സൈൻ ഒമേഗ എസ് ടി ബൈ 2 അല്ലേ. ഇതാണ് നമുക്ക് കിട്ടുക. ഓർ ദിസ് ഈസ് ഈക്വൽ ടു ടി ബൈ പൈ ടി സൈൻ പൈ ടി ബൈ ടി എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു ടി ബൈ പൈ ഇൻറ്റു സൈൻ പൈ ടി ബൈ ടി ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, ഇതാണ് എച്ച് ഓഫ് ടി. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എച്ച് ഓഫ് ടി മൈനസ് എൻ ടി വേണമെങ്കിൽ നമുക്ക് എഴുതാം, എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ടിക്ക് പകരം ടി മൈനസ് എൻ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ടി ബൈ പൈ സൈൻ പൈ ബൈ ടി ഇൻറ്റു ടി മൈനസ് എൻ ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എൻ ടി. ഓക്കെ, ഈ ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ആണ്, സോറി. ഈ രീതിക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ മുന്നത്തെ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ ഇക്വേഷൻ എഴുതാം, ഫോർ എക്സ് ഓഫ് ടിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ എച്ച് ഓഫ് ടി മൈനസ് എൻ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് കിട്ടും, സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ടി സൈൻ സി ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ സിങ് ഫംഗ്ഷൻ ആയി അല്ലേ. ഇതിനെ റെപ്രസെന്റ് ചെയ്യാം, സിങ് എന്ത് വരും, പൈ ബൈ ടി ഓഫ് ടി മൈനസ് ഇതാണ് നമുക്ക് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. എക്സ് ഓഫ് ടിയുടെ റെപ്രസെൻറ്റേഷൻ, എക്സ് ഓഫ് ടിക്ക് ഫൈനലി സിഗ്നലിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു സിങ് ഫംഗ്ഷൻ ആണ് അവിടെ കയറി എടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്, സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ടി സിങ് പൈ ബൈ ടി ഓഫ് ടി മൈനസ് എൻ ടി. So the response x of t given by the formula is not suitable for പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ. ഈ ഒരു ഫോർമുല പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ പോസിബിൾ അല്ല,
കാരണം അതിൽ ഒരു സിങ്ക് ഫംഗ്ഷൻ ഉണ്ട്. നോട്ടീസ് ദാറ്റ് ദ സിങ്ക് ഫംഗ്ഷൻ സ്പ്രെഡ്സ് ഓവർ എൻറ്റയർ ടൈം ആക്സിസ്. സിങ്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ടൈം ആക്സിസിൽ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന സാധനമാണ് ടൈം ആക്സിസ്. And to reconstruct the signal at a time t equal to t0, we must know all the sample values including for nt greater than t0. t equal to t0 ൽ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് nt greater than t0 ത്തെ വാല്യൂസിൻ്റെ ആവശ്യം വരും. അതായത് ദാറ്റ് ഈസ് എക്സ് ഓഫ് t0 റിക്വയർസ് നോളജ് ഓഫ് ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് എക്സ് ഓഫ് nt. ടി ഗ്രേറ്റർ ദാൻ ടി സീറോ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൻ്റെ കണ്ടീഷനാണ്. ഇപ്പോൾ നമുക്ക് ടി സീറോയിൽ വാല്യൂ കിട്ടാൻ ഫ്യൂച്ചർ വാല്യൂസിൻ്റെ കൂടി ആവശ്യം വരും. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ നോൺ കോസൽ സിസ്റ്റം. സോ ഫ്യൂച്ചർ വാല്യൂനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നോൺ കോസൽ സിസ്റ്റം അറിയാം. ഹെൻസ് ദിസ് ടൈപ്പ് ഓഫ് റീകൺസ്ട്രക്ഷൻ ഈസ് നോട്ട് സ്യൂട്ടഡ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻ. സോ റിയൽ ടൈം ആപ്ലിക്കേഷനിൽ ഈ ഒരു സംഭവം നടക്കുന്ന കാര്യമില്ല. ഫ്യൂച്ചർ വാല്യൂസിനെ കിട്ടണം. നോൺ കോസലാണ്. നമുക്ക് കോസൽ സിസ്റ്റംസ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എളുപ്പം. ഓക്കെ. So different approaches are used for digital to analog conversion. So ഈ ഡിജിറ്റൽ നിന്ന് അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചില ടെക്നിക്സ് അപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. ചില അഡീഷണൽ സംഭവങ്ങൾ തന്നെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലേക്ക് കടത്തിവിടുകയാണ് ഡിജിറ്റൽ സിഗ്നലിനെ. എന്നിട്ടൊരു ഇന്റർപൊളേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിൽ കൂടെ കടത്തി വിട്ടിട്ട് കിട്ടുന്നതാണ് എക്സ് എ ക്യാപ്പ് ഓഫ് ടി. ഈ എക്സ് എ ക്യാപ്പ് ഓഫ് ടീനെ അവസാനം ഒരു ലോ പാസ് സ്മൂത്തിങ് ഫിൽറ്ററിൽ കൂടെ കടത്തി വിട്ടിട്ടാണ് അനലോഗ് സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ തരില്ല. അപ്പോൾ ഇവിടെ ഇന്റർപോളേറ്ററിന്റെ ആവശ്യം വരുന്നുണ്ട്, ലോ പാസ് സ്മൂത്തിങ് ഫിൽറ്ററിന്റെ ആവശ്യം വരുന്നുണ്ട്. ഹിയർ DAC പ്രൊഡ്യൂസേഴ്സ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വാല്യൂ ഓഫ് ദ ബൈനറി വേർഡ്. അതായത് ഇവിടെ ഒരു ബൈനറി വേർഡ് വന്നിട്ടുണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സിഗ്നലാണ് DAC തരാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ DAC ഈസ് അപ്ലൈഡ് ടു ആൻ ഇന്റർപോളേറ്റർ വിച്ച് കൺവേർട്സ് ദ ഔട്ട്പുട്ട് സാമ്പിൾസ് ഓഫ് DAC ഇൻറ്റു അനലോഗ് സിഗ്നൽ. ഇപ്പോൾ ഇവിടെ ഒരു അനലോഗ് സിഗ്നലായിട്ട് അത് മാറ്റുന്നുണ്ട് ഇന്റർപോളേറ്റർ. അതൊരു ലോ പാസ് സ്മൂത്തിങ് ഫിൽറ്ററിൽ കൂടി കടത്തി വിടുന്നുണ്ട്. അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇന്റർപോളേറ്റർ സർക്യൂട്ട്സിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്ത ഇതിൽ നോക്കാൻ പോകുന്നത്.